CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് തമിഴ്നാട്ടിലെ മധുരയിൽ ആവേശത്തുടക്കം. മുതിർന്ന നേതാവ് ബിമൻ ബസു പതാക ഉയർത്തിയതോടെയാണ് 5 ദിവസം നീണ്ടുനിൽക്കുന്ന പാർട്ടി കോൺഗ്രസിന് തുടക്കമായത്. സമ്മേളന നഗരിയിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകാൻ കെ രാജേന്ദ്രൻ ചേരുകയാണ്. രാജേന്ദ്രൻ, രാജ്യത്തെയും നാടിന്റെ മുന്നോട്ടുപോക്കിനെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളായി വരുന്നത് എന്നുള്ളതാണ്. ഒരു പാർട്ടി സമ്മേളനം എന്നതിലുപരി പാർട്ടി കോൺഗ്രസിന്റെ പ്രാധാന്യം എന്നുള്ളതാണ്. ഇന്നിപ്പോൾ 1-ാം ദിവസമാണ്. ഏത് നിലയിൽ പുരോഗമിക്കുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെ? സമഗ്ര ചിത്രം. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഇന്ന് CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ട് കരട് രാഷ്ട്രീയ പ്രമേയം ഈ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. കരട് രാഷ്ട്രീയ പ്രമേയം നേരത്തെ തന്നെ അത് പരസ്യമാക്കിയിരുന്നു. CPM-ന്റെ കീഴ്ഘടകങ്ങൾ മുതൽ ഏറ്റവും മേലെ തട്ടിലുള്ള ഘടകം വരെ വിശദമായ ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 3000-ലധികം ഭേദഗതി നിർദ്ദേശങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. നേതൃത്വം അതെല്ലാം വിശദമായ രീതിയിൽ പരിഗണിച്ചു. ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള സമഗ്രമായ ഒരു രാഷ്ട്രീയ പ്രമേയമാണ് പ്രകാശ് കാരാട്ട് പ്രതിനിധികൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചത്. ഇതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടും അവതരിപ്പിച്ചു. രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ എത്ര കണ്ട് നടപ്പിലാക്കാൻ സാധിച്ചു, ഇത് നടപ്പിലാക്കുന്നതിൽ വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടോ, എന്തെല്ലാം പോരായ്മകളാണുള്ളത്, എന്തെല്ലാം വീഴ്ചകളാണ് സംഭവിച്ചത്, ഈ രീതിയിലെല്ലാമുള്ള വളരെ വിമർശനാത്മകമായ ഒരു റിപ്പോർട്ടാണ് സ്വാഭാവികമായിട്ടും പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ചുണ്ടാവുക. ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള വിശദമായ ചർച്ചകളായിരിക്കും നാളെ നടക്കുക. ഇതിന് ശേഷം ഈ 2 റിപ്പോർട്ടുകളും അവതരിപ്പിച്ചതിന് ശേഷം വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ അവർ ഗ്രൂപ്പ് തിരിഞ്ഞ് ഇതിനുമേലുള്ള വിശദമായ ചർച്ചകൾ നടത്തി. അതിനുശേഷം ചർച്ചകളിൽ പങ്കെടുക്കേണ്ട, നാളെ നടക്കുന്ന പൊതുചർച്ചയിൽ പങ്കെടുക്കേണ്ട പ്രതിനിധികളെ തീരുമാനിച്ചു. നാളെ രാവിലെ മുതൽ രാത്രി വരെ ഇതിനുമേലുള്ള ഈ 2 ഒരു പ്രമേയം അതുപോലെ റിപ്പോർട്ട് ഇതിനുമേലുള്ള കൂലങ്കഷമായ ചർച്ചയായിരിക്കും നടക്കുക. ഇതിനുശേഷം വെള്ളിയാഴ്ച ഈ 2 ചർച്ചകൾക്കും പ്രകാശ് കാരാട്ട് മറുപടി പറയും. ഈ മറുപടിക്ക് ശേഷം രാഷ്ട്രീയ പ്രമേയവും അതുപോലെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടും സമ്മേളനം അംഗീകരിക്കും. ശരി, കെ രാജേന്ദ്രനാണ് വിശദമായ വിവരങ്ങൾ മധുരയിൽ നിന്നും പങ്കുവച്ചത്.